ഘട്ടം കഴിഞ്ഞ് ഒരു പ്രായം കഴിഞ്ഞ് അവർക്ക് ശിക്ഷ കൊണ്ട് പ്രയോജനമില്ല എന്ന് കാണുമ്പോൾ അവർക്ക് വേണ്ടി അവരെ ഉപദേശിക്കേണ്ടത് ആവശ്യമാണ്, ടീച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഭവനത്തിലൊരു ഭർത്താവിന് 3 ദൗത്യങ്ങളുണ്ട്. ഭർത്താവ് ഭവനത്തിലെ കിങ് ആണ്, ഭർത്താവ് ഭവനത്തിലെ പ്രൊഫറ്റ് ആണ്, ഭർത്താവ് ഭവനത്തിലെ ടീച്ചറാണ്. ആമേന്. ഈ 3 ദൗത്യങ്ങൾ ഭർത്താവിനുണ്ട്. അതിനാൽ അധികാരം തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഭർത്താവാണ്. അങ്ങനെ തന്നെ പോകുന്നതാണ് എപ്പോഴും കുടുംബങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നത്. നേരെ തിരിച്ചു പോവുകയാണ് എങ്കിൽ വളരെ ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ആത്മമണ്ഡലത്തിലുണ്ടാകും. രണ്ടാമത് പ്രോഫറ്റ് ആണ്. ഭർത്താവ് തന്നെ ആ വീട്ടിലെ പ്രോഫറ്റ് ആണ്. ആ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അധരം കൊണ്ട് പറയുവാൻ അധികാരമുള്ള ഒരു പ്രവാചകനാണ് ഭർത്താവ്. അതോടൊന്നിച്ച് തന്നെ ഭർത്താവ് നല്ലൊരു ടീച്ചറായിരിക്കും. വീട്ടിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഭർത്താവിന് അപ്പന് കർത്താവ് ആക്കി വെച്ചിരിക്കുകയാണ്. ആ നിലയിൽ കുഞ്ഞിനെ ടീച്ച് ചെയ്യുവാൻ തയ്യാറാകണം. ഇത് പണിഷ് ചെയ്തിട്ടും കുഞ്ഞിന് മാറ്റമില്ല, ടീച്ച് ചെയ്തിട്ടും കുഞ്ഞിന് മാറ്റമില്ല എങ്കിൽ പിന്നെ വേറെ ഒരു ഉപാധിയുമില്ല. പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നത് കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ രൂപാന്തരം നമുക്കാണ് വേണ്ടതെന്ന് മനസ്സിലാക്കുന്നത്. കർത്താവ് നമ്മളോട് ഇടപെടും. ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, നിന്നെ എനിക്കൊന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നീ നിന്റെ കുഞ്ഞ് നന്നാകണമെന്നല്ലേ പറയുന്നത്. എന്നാൽ അതിനു മുമ്പ് നീ എൻ്റെ മകനാകുന്നതിനാൽ നിന്നിൽ ചില മാറ്റങ്ങൾ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിനയപരിസരം പറയട്ടെ, അപ്പനമ്മമാരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു കൊടുക്കാതോ ശിക്ഷിക്കാതോ തന്നെ അപ്പനമ്മമാരിൽ ഉണ്ടാകുന്ന രൂപാന്തരങ്ങൾ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടും. ശിക്ഷിച്ചതിന് ശേഷം മാറ്റമില്ലെങ്കിൽ ഉപദേശിക്കുക, ഉപദേശിച്ചതിന് ശേഷം മാറ്റമില്ല എങ്കിൽ പ്രാർത്ഥിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഏറ്റവും അവസാനമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം ലഭിക്കാതെ വരുന്ന അവസ്ഥകൾ അതിനൊരു പ്രത്യേകതയാണ്. ഇന്നത്തെ ലോകത്തെ നിങ്ങൾ മനസ്സിലാക്കണം. മാതാപിതാക്കളുടെ മരണം, മാതാപിതാക്കൾ ഇല്ലാതെ വരുന്നതിനാൽ, കൊല്ലപ്പെട്ടതിനാൽ ആ നിലയിൽ സ്നേഹം ലഭിക്കാതെ പോകുന്ന കുഞ്ഞുങ്ങൾ. ഒരു സുനാമി കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എത്ര കുഞ്ഞുങ്ങളാണ് അനാഥരായി പോകുന്നത്. ഇടയ്ക്കെങ്കിലും അവരെ ഓർക്കുകയും പ്രാർത്ഥിക്കാനുള്ളവരെ ഓർക്കുകയും പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആസാമിലായിരുന്ന സന്ദർഭത്തിൽ എന്നോട് പരാമർശിക്കുന്നു തോന്നുന്നു. ആസാമിലായിരുന്ന സന്ദർഭത്തിൽ ആസാമിൽ ഒരു കുഞ്ഞ് പറഞ്ഞ അനുഭവമാണ്. ആ കുഞ്ഞിന്റെ പിതാവ് ആൽഫ ഹെലിയുള്ള ആളായിരുന്നു. ആൽഫക്കാർ വന്നവനെ രാത്രിയിൽ വെടിവെച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവന്റെ അമ്മ മരിച്ചുപോയി. അമ്മ ആത്മഹത്യ ചെയ്തു. 2 പേരും നഷ്ടപ്പെട്ടു. അവിടെ അനാഥശാലയിൽ കണ്ട മറ്റൊരു കുഞ്ഞിന്റെ കഥ അതുപോലെ ദുഃഖകരമാകുന്ന ഒരു കഥയാണ്. അരുണാചൽ പ്രദേശിൽ ഈ അമ്മയപ്പന്മാർ അവർ കൃഷിയിടങ്ങൾ ദൂരസ്ഥലങ്ങളിലാണ്. വീടൊരു സ്ഥലത്തായിരിക്കും. വീട് എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളും അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും. ആ ഗ്രാമവാസികളെല്ലാം ഒന്നിച്ച് താമസിക്കുന്നത്. ഈ വീടുകളിലുള്ള ഇവരുടെ കൃഷി സ്ഥലങ്ങൾ ദൂരെയായിരിക്കും. കൃഷി സ്ഥലങ്ങളിൽ ഇവര് വിശാലമായിട്ട് ഒരു കൃഷി ചെയ്യുവാനുള്ളത് കൊണ്ടും ഒത്തിരി സ്ഥലം കാണും. ആ സ്ഥലം ദൂരെയായിരിക്കും. അതിനാൽ ഇവരെല്ലാ പ്രഭാതത്തിലും അപ്പനും അമ്മയും നടന്ന കൃഷി സ്ഥലത്തേക്ക് പോകും. ഒരു ദിവസം ഈ കുഞ്ഞ് അപ്പൻ്റെ അമ്മയുടെയും കൂടെ നടന്നു പോയി. ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞതിന് ശേഷമാണ് അക്കരെ വയലിലാണ് അവർ കൃഷിസ്ഥലത്തേക്ക് പോകുന്നത്. അപ്പനും അമ്മ രാവിലെ പോവുകയാണ്. കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് പോവുകയാണ്. 3-4 വയസ്സുള്ള കുഞ്ഞാണ്. അത് നടന്ന് ആ പാലത്തിന്റെ അരികിൽ വന്നു ഇക്കരെ നിൽക്കുകയാണ്. അപ്പനും അമ്മ പാലത്തിൽ കയറി. പാലത്തിൽ കയറിയ സമയത്ത് പാലത്തിന്റെ നടുവായി വശത്തെത്തിയപ്പോൾ വെള്ളം നല്ല കുതിച്ചു കൊള്ളുകയാണ്. പാലം മുടിയുവാനിടയായി. ഈ അപ്പനും അമ്മ താഴെ വീണു, വെള്ളത്തിൽ വീണു. അവർക്ക് ഇഞ്ചുറീസ് ഉണ്ടായി. ആ വെള്ളത്തിൽ ഒത്തിയൊട്ടുകുന്ന വെള്ളത്തിൽ അവർ രണ്ടുപേരും പോകുന്നത് ഈ മകൻ കരയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ അനാഥനായിട്ട് മാതാപിതാക്കളുടെ മരണം മൂലം അനാഥരാകുന്ന കുഞ്ഞ്. എൻ്റെ വൈഫിൻ്റെ പിതാവ്, അവൾക്ക് 3 വയസ്സുള്ളപ്പോൾ ആക്സിഡന്റിൽ മരിച്ചു. ഇതെല്ലാം നമ്മൾ ശൂന്യതകൾ സൃഷ്ടിക്കും. എൻ്റെ വൈഫിനോട് പറയുമായിരുന്നു, ആ സന്ദർഭത്തിൽ വളർന്നു വരുന്ന സന്ദർഭത്തിൽ ഡാഡിയെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുമായിരുന്നു. ചില സ്വപ്നത്തിൽ കാണുന്ന സന്ദർഭത്തിൽ ഇവളുടെ ആഗ്രഹം ഡാഡി ഒന്ന് തൊടണമെന്നുള്ള ആഗ്രഹമാണ്. അതിന് പിന്നാലെ ഓടും. അപ്പൊ സ്വപ്നത്തിൽ തൊടാൻ കഴിയത്തില്ല. ഡാഡി പെട്ടെന്ന് അപ്രത്യക്ഷനാണ്. ഒരു സ്വപ്നം കഴിഞ്ഞാൽ പിന്നെ 1 മാസം ഒരാഴ്ചത്തേക്ക് മന്ദത വന്നതുപോലെയാണ്. ഒരു ഭയങ്കര റിജക്ഷൻ ഫീലിംഗ്, ഡീപ് റിജക്ഷൻ. പ്രിയമുള്ളവരെ, വിവാഹം കഴിയുമ്പോൾ ഇത്തരത്തിൽ സ്നേഹം ലഭിക്കാതെ വളർന്നു വരുന്നവർ വിവാഹം കഴിക്കും. അപ്പൻ്റെ സ്നേഹം ലഭിക്കാതെ വളർന്നു വന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി വിവാഹം കഴിക്കുമ്പോൾ ഭർത്താവിൽ നിന്ന് അവൾ ഭർത്താവിൻ്റെ സ്നേഹവും അവളുടെ അപ്പൻ്റെ സ്നേഹവും ആഗ്രഹിക്കും. അവളുടെ അൺകോൺഷ്യസ് മൈൻഡാണ് അപ്പൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്നത്. അവൾ അറിയത്തില്ല. അവൾ അപ്പൻ്റെ സ്നേഹവും ഭർത്താവിൻ്റെ സ്നേഹവും
ആഗ്രഹിക്കുവാനിടവരും. അതിനാൽ സ്വാഭാവികമായിട്ടും ഭർത്താവിന്, അതോറിറ്റി ഫിഗേഴ്സിന് അവരവരുടെ അതോറിറ്റി ലെവലിൽ നിന്നുകൊണ്ട് മാത്രമേ സ്നേഹം കൊടുക്കാൻ കഴിയൂ. ഭർത്താവിന് ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സ്നേഹം മാത്രമേ കൊടുക്കുവാൻ കഴിയൂ. മരിച്ചുപോയ അപ്പന്റെ സ്നേഹം കൊടുക്കുവാൻ കഴിയത്തില്ല. ഞാനും എൻ്റെ മകളുമായുള്ള ബന്ധത്തിൽ, എൻ്റെ മകൾ ആ മകളുമായുള്ള ബന്ധത്തിൽ എനിക്ക് എൻ്റെ മകൾക്ക് പിതാവിന്റെ സ്നേഹം മാത്രമേ കൊടുക്കുവാൻ കഴിയൂ. അപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ, അവളുടെ വല്യപ്പച്ചൻ വീട്ടിലുണ്ട്, എൻ്റെ ഫാദർ വീട്ടിലുണ്ട്. ആ വല്യപ്പച്ചന് എൻ്റെ മകൾക്ക് വല്യപ്പന്റെ സ്നേഹം മാത്രമേ കൊടുക്കാൻ കഴിയൂ. ഒരു പിതാവിന്റെ സ്നേഹത്തിന് പകരമായിട്ട് എൻ്റെ വല്യപ്പന്, എൻ്റെ ഫാദറിന് എൻ്റെ സ്നേഹം എൻ്റെ മകൾക്ക് കൊടുക്കുവാൻ കഴിയില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതോറിറ്റി ഫിഗേഴ്സിന് അവരുടെ ആ പൊസിഷനിൽ നിന്നുകൊണ്ട്, ഏത് പൊസിഷനിലാണോ അവരായിരിക്കുന്നത്, ആ സ്നേഹം മാത്രമേ കൊടുക്കാൻ കഴിയൂ. നമുക്ക് പല പൊസിഷൻസ് ഉണ്ട്. നിങ്ങൾ തന്നെ ഫാദറാണ്, നിങ്ങൾ സണ്ണാണ്, നിങ്ങൾ ഹസ്ബൻഡാണ്. ഓരോ പൊസിഷൻസ് ഉണ്ട്. ആ പൊസിഷൻ നിന്നുകൊണ്ട് ആ സ്നേഹം മാത്രമേ കൊടുക്കുവാൻ കഴിയുള്ളൂ. പിതാവ് മരിച്ചുപോയ ഒരു പെൺകുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഭർത്താവിൽ നിന്ന് അപ്പന്റെയും ഭർത്താവിന്റെയും സ്നേഹം ആഗ്രഹിക്കുവാൻ സാധ്യതയുണ്ട്. വളരെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് അപ്പന്റെ സ്നേഹം ആഗ്രഹിക്കുന്നതിന് പരിണത ഫലമായിട്ട് എന്താണ് ഉണ്ടാകുന്നത്? ഇവൾക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നും, ഭർത്താവിന് എന്നോട് വേണ്ടവണ്ണം സ്നേഹം. ഇത് ഞങ്ങൾ വ്യക്തിപരമായി ഞങ്ങളുടെ കുടുംബത്തിൽ ഡീൽ ചെയ്ത ഒരു ഇഷ്യൂയാണ്. ഈ ഇഷ്യൂ ഞങ്ങൾക്ക് കർത്താവ് മനസ്സിലാക്കി തന്നതുകൊണ്ട് വളരെ പ്രയോജനമുണ്ട്. അനേകരിടങ്ങളിൽ ഞാൻ മസ്കറ്റിൽ ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ ആ ശുശ്രൂഷയ്ക്ക് നടുവിൽ ഇത് പരാമർശിച്ചപ്പോൾ ഒരു പെൺകുട്ടിക്ക് അത്ഭുതകരമായി വരുന്നുണ്ട്. അവൾ പറഞ്ഞു, എന്താണ് അതിന്റെ സത്യം എന്ന് മനസ്സിലായി. അവളുടെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവ് അവളെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും കരുതുന്നുണ്ട്, പക്ഷേ അവൾക്ക് തോന്നുകയാണ് സ്നേഹം കുറവാണ്. അന്ന് ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ ഈ ഭാഗം പരാമർശിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി, അവളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഭർത്താവിൽ നിന്ന് അവൾ കൂടുതൽ സ്നേഹം ആഗ്രഹിച്ചു. രാത്രിയിൽ പ്രാർത്ഥിച്ച് അതിന്റെ മേൽ വിടുതലേറ്റെടുത്തു. കർത്താവിന്റെ സന്നിധിയിൽ ക്ഷമ ചോദിച്ചു. അത്ഭുതകരമായ കുടുംബജീവിതത്തിൽ സ്നേഹം കൊണ്ട് നിറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ നിലയിൽ വളരുന്നവർ അനുഭവിക്കുന്ന സംഘർഷങ്ങളാണ്. കർത്താവ് ഇതിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കുവാൻ വിശ്വസ്തനാണ്. എത്രയെത്ര അനാഥരുള്ള ഒരു ലോകമാണ് ഈ ലോകം. അവിടെ നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളുടെ നടുവിൽ നിന്ന് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, എന്നാൽ പരിശുദ്ധാത്മാവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ മുറിവുകളെ കർത്താവ് സൗഖ്യമാണ്. അങ്ങനെയുള്ളവരെ കർത്താവ് ഉപയോഗിക്കുവാൻ തുടങ്ങും. ആമേൻ. ഈ വേദനകളിലൂടെ കടന്നു പോയവർ, ഈ നിലവാരത്തിലുള്ള മുറിവുകളിലൂടെ കടന്നു പോയവർ, അവർ സൗഖ്യം പ്രാപിക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി സമൂഹത്തിന് വേണ്ടി സംഭാവനകൾ ചെയ്യുവാൻ കഴിയും. സമൂഹത്തിൽ തന്നെ ആ നിലയിൽ സംഘർഷം അനുഭവിക്കുന്ന അനേകരെ തൊടുവാനും അവരെ സൗഖ്യമാക്കുവാനും അവരെ വിടുതലിലേക്ക് നയിക്കുവാനും അവർക്ക് കഴിയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് രാത്രികാലം ചിലരുടെ മേൽ ദൈവകൃപയുടെ ആഴങ്ങളെ പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. സൗഖ്യമാക്കുക മാത്രമല്ല, നിങ്ങളിലൂടെ അനേകരെ കർത്താവ് വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ സൗഖ്യത്തിന്റെ ഒരു ഉപാധിയാക്കി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇതുമൂലമുണ്ടാകുന്ന റിയാക്ഷൻസിലേക്ക് ഞാനൊന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഈ കുടുംബത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന അവകാശപ്പെട്ട സ്നേഹം ലഭിക്കാൻ വളരുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് ഉണ്ടാകുന്ന റിയാക്ഷൻസ്, അവർക്കുണ്ടാകുന്ന ഇമോഷണൽ റിയാക്ഷൻസ് രണ്ട് നിലയിലുള്ള ഇമോഷണൽ റിയാക്ഷൻസ് ഉണ്ട്. സ്നേഹം ലഭിക്കാതെ വളരുന്നൊരു കുഞ്ഞാണെങ്കിൽ, കുടുംബ വഴക്കുകളുടെ നടുവിൽ വളരുന്നൊരു കുഞ്ഞാണെങ്കിൽ, അവർ വളർന്നു വരുമ്പോൾ അവരുണ്ടാകുന്ന രണ്ട് നിലയിലുള്ള ഇമോഷണൽ റിയാക്ഷൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത്, ചിലരതിനെ ബഹിഷ്കരിക്കുവാൻ ഇടവരും. അവരുടെ ഉള്ളിൽ വന്ന മുറിവുകളെ അവർ അകത്തൊതുക്കത്തില്ല, അവർ ബഹിഷ്കരിക്കുവാൻ ഇടവരും. അവർ ബഹിഷ്കരിക്കുവാൻ ഇടവരുന്ന സന്ദർഭത്തിൽ അവർ സാമൂഹികമാകുന്ന ഒരു പ്രശ്നമായി. ഞാൻ ജയിലിൽ വെച്ച് രക്ഷിക്കപ്പെട്ട ഒരു പാസ്റ്ററെ കണ്ടുമുട്ടി. അദ്ദേഹം ജയിൽ തടവറയിൽ കൊലപാതക കുറ്റത്തിന് തടവറയിലായിരുന്നു. അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടു. വളരെ അത്ഭുതകരമായിട്ട് തനിക്ക് തൻ്റെ ശിക്ഷ കുറച്ച് കിട്ടി. ഞാൻ പുറത്തു വരുവാനായി. അദ്ദേഹം വീട്ടിൽ വന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പൊടുന്നതിനെ ചോദിച്ചത്, സാധുവിന്റെ ബാല്യകാലം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബാല്യകാലം എന്നെ ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞു. വിശദീകരിച്ച് പറയാൻ പറഞ്ഞു എൻ്റെ അപ്പൻ കള്ളുഷാപ്പിലെ വിളമ്പുകാരനാണ്, കള്ളു വിളമ്പുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ സന്ധ്യയ്ക്ക് കള്ളു കുടിച്ചിട്ടാണ് അപ്പൻ വരുന്നത്. കള്ളു കുടിച്ചിട്ട് അപ്പൻ ഈ കുഞ്ഞുങ്ങളെ ഇവനെ അട്ടിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഇതൊന്നും അകത്തൊതുക്കിയില്ല. ഇവനെന്ത് ചെയ്യുന്നറിയാം, അപ്പൻ ആദ്യമൊക്കെ വന്നപ്പോൾ ഇവനൊന്നും പിടിച്ചു വന്നു. പക്ഷെ ഇത് തുടർച്ചയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ അപ്പനെ കല്ലെടുത്തെറിയാൻ തുടങ്ങി.
ഇവൻ കല്ലെറിയാൻ പഠിച്ചത് അപ്പനെ എറിഞ്ഞാണ് ഇവൻ കല്ലെറിയാൻ പഠിച്ചത്. ബഹളം തിരിച്ചു ഉണ്ടാക്കുമെന്ന് തുടങ്ങി. അങ്ങനെ അപ്പനുമായിട്ട് വഴക്കുണ്ടാക്കിയാണ് ഉള്ളിൽ വിട്ടു പോയത്. ആ വ്യക്തി എന്താണ് ചെയ്തത്? ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടായ മുറിവുകളെ, ഈ വിശദീകരിച്ച സംഘർഷങ്ങളെ ബഹിഷ്കരിച്ചു, എക്സ്റ്റേണലൈസ് ചെയ്തു. അതിനെ അകത്തൊതുക്കിയില്ല, എക്സ്റ്റേണലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ സമൂഹത്തിനൊരു പ്രശ്നമായി. അവൻ എറണാകുളത്തൊരു ഗുണ്ടയായി തീർന്നു. ഗുണ്ടയായി തീർന്നിട്ട് അവസാനം ഒരാളെ കുത്തി ജയിലിലായപ്പോൾ അതിനകത്ത് വെച്ച് അത്ഭുതകരമായി രക്ഷിക്കപ്പെടുവാൻ. സാമൂഹികമായി നാം ഇന്ന് കാണുന്ന ഇപ്പോൾ തീവ്രവാദികളുണ്ട്. നാഗാലാൻഡിൽ വന്നു കഴിഞ്ഞാൽ തീവ്രവാദികളുണ്ട്. നാഗാലാൻഡിലെ തീവ്രവാദത്തിന്റെ ഒരു രഹസ്യം ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബ പ്രശ്നം. അവിടെ കുടുംബങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ബഹുഭാരിത്യം. ഒരാൾക്ക് തന്നെ അരുണാചലിലെ ഒരു പ്രധാനപ്പെട്ട സംഘർഷമാണ് ഒരു പുരുഷൻ തന്നെ പല സാഹചര്യങ്ങൾ മൂലമാണ് ഒന്നിലധികം സ്ത്രീകളെ വിവാഹം ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നിലധികം സ്ത്രീകളെ വിവാഹം ചെയ്യേണ്ടതായിട്ട് വരുന്നതിനാൽ ഇപ്പം ഞങ്ങളുടെ ചർച്ചിലൊക്കെ തന്നെ പല കുട്ടികളുമുണ്ട്. ചില കുട്ടികളോട് ഞാൻ ചോദിച്ചു, ഞാൻ നിന്റെ എത്ര സഹോദരന്മാരാണ്? അവളിങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞു 10-40 കാണുമായിരിക്കും. അപ്പൊ അവളുടെ അപ്പൻ 7 കല്യാണം കഴിച്ചതിൽ 10-40 കുഞ്ഞുങ്ങളും. ഞാൻ ഇമാജിൻ ചെയ്തു, അവളുടെ വില്ലേജിൽ ഇവളുടെ അപ്പൻ നടന്നു പോകുമ്പോൾ 40 കുഞ്ഞുങ്ങളുള്ള അപ്പൻ നടന്നു പോകുമ്പോൾ, എടാ നീ എന്റെ മോനാണോ ചോദിക്കേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ട് 40 പിള്ളേരുള്ള അപ്പന് എല്ലാ പിള്ളേരെയും ഓർത്തിരിക്കാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പൊ ഈ കുഞ്ഞിന് തന്നെ അപ്പനെ ലഭിച്ചിട്ടുണ്ട്, അപ്പന്റെ സ്നേഹം അവൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരിക്കലും തീവ്രവാദത്തിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള രഹസ്യം നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം തീവ്രവാദത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രഹസ്യം ഇതാണെന്ന് നമുക്ക് വ്യക്തമാണ്. ബഹുമാനത്തിൽ പാകിസ്ഥാനിലും മറ്റും, ഞാൻ പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികളെ ഗൾഫിൽ വെച്ച് കാണാറുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനിലെ സമൂഹം അവിടുത്തെ ക്രിസ്ത്യാനികളെ സ്വാധീനിക്കും. പാകിസ്ഥാനിൽ ബഹുഭാരിത്യമാണ്, മുസ്ലിങ്ങൾക്ക് എത്ര വേണേ കല്യാണം. അപ്പോൾ ക്രിസ്ത്യാനികളെ ആ സമൂഹം സ്വാധീനിക്കുകയാണ്. അവിടെയുള്ള ക്രിസ്ത്യാനികളും ഒന്നിലധികം വിവാഹം കഴിക്കുവാൻ തുടങ്ങി. ഈ ബഹുഭാരിത്വത്തിന്റെ ഒരു പരിണിത ഫലമാണ് അപ്പന്റെ സ്നേഹം ലഭിക്കാതെ, അപ്പന്റെ കരുതൽ ലഭിക്കാതെ വളർന്നു വരുന്ന തലമുറ. അവൻ തോക്കെടുക്കും, അവൻ വെട്ട്, ബോംബ്, വെടിവെപ്പ്, അവൻ തീവ്രവാദത്തിന്റെ പിന്നാലെ പോകും. എന്തുകൊണ്ട്? അവന്റെ ഉള്ളിലുണ്ടായ മുറിവുകളെ അവൻ എക്സ്റ്റേണലൈസ് ചെയ്തു, ബഹിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ സമൂഹത്തിനൊരു തലവേദനയായി. ഇന്നുണ്ടാകുന്ന പല സാമൂഹികമാകുന്ന തിന്മകളുടെയും കാരണമെന്ന് പറയുന്നത് മനസ്സിലെ മുറിവുകളാണ്. സൗഖ്യമാകാത്ത മനസ്സുകളിൽ നിന്നാണ് അനേകം സാമൂഹിക തിന്മകൾ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മിൽ പലരും ചെയ്യുന്നത്, ഞങ്ങളെ പോലെ ഞാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുറിവുകളെ ബഹിഷ്കരിച്ചില്ല, അതിനെ ഇന്റേണലൈസ് ചെയ്തു, അകത്ത് അകത്തൊതുക്കുകയാണെങ്കിൽ അതുമൂലം സംഭവിക്കുന്നത്, അകത്തൊതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമോഷണൽ ഇൽനെസ് ഉണ്ടാകും, വൈകാരിക രോഗങ്ങളുണ്ടാകും. നമുക്കകത്ത് തന്നെ വൈകാരിക രോഗങ്ങളുണ്ടാകും. നിരാശ, unforgiveness, insecurity feeling, loneliness, self-pity, self-hatred, sadness, suicide tendency. ഈ സൂയിസൈഡ് ടെൻഡൻസിയെ കുറിച്ച് ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു റിപ്പോർട്ട് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഒരു നല്ല ശതമാനം, more and more teenagers are attempting suicide as an escape from the demands of life. In a reason, they feel they can never measure up to the standards of performance expected by parents and others. They feel appreciated only when they have done well, not because they are unique and priceless individuals. As a result, many kids see life as a no-win situation. ജയിക്കാൻ കഴിയാത്ത നിലയിൽ ആളുകൾ നമ്മിൽ നിന്ന് ഒരുപാടങ്ങ് പ്രതീക്ഷിക്കുക. പിള്ളേർ പഠിച്ചു വരുമ്പോൾ ഈ ഭാഗങ്ങളിൽ ഞാൻ പരാമർശിക്കുന്നതായിരിക്കും. മാർക്ക് ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങളെ അംഗീകരിക്കരുത്. പ്രോഗ്രസ് കാർഡ് 85%, 90%, 60%. വീണ്ടും സഹായിക്കുക, വിദ്യാഭ്യാസത്തിന് മെച്ചമാകാൻ വേണ്ടി സഹായിക്കുക. പക്ഷെ അതിന്റെ ആധാരത്തിൽ കുഞ്ഞിനെ സ്നേഹിക്കുവാൻ വേണ്ടി തയ്യാറാണ്. പിന്നീട് പരാമർശിക്കുവാൻ സമയം കിട്ടുമെന്നല്ല, ഞാനത് വിശദീകരിച്ച് പറയുന്നതായിരിക്കും. ഈ
തലമുറ നല്ല ഭാഗം യൗവനക്കാർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. അവരുടെ മനസ്സ് ഇമോഷണൽ ഇൽനെസ്, ആന്തരികമാകുന്ന രോഗം കൊണ്ട് പൂരിതമായിരിക്കുന്നു. കർത്താവാകുന്ന യേശുക്രിസ്തുവിന് മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ. ലോകത്തിൽ ഞാൻ വളരെ വിനയപ്രസപ്പെട്ട ലോകത്തിൽ ഒരു സൈക്കാട്രിസ്റ്റും ഇത് പെർമനന്റ് ആയിട്ട് പരിഹരിക്കാൻ കഴിയും. ഒരു ക്രിസ്തുവിലായാൽ, യേശുക്രിസ്തുവിലാകാതെ ഇത് പരിഹരിക്കപ്പെടുകയില്ല. സമയം വേഗത്തിൽ കടന്നു പോകുന്നുവല്ലോ. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഒരു സംഭവം ഞാൻ വിശദീകരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് യേശുവിനാൽ ഇത് പരിഹരിക്കപ്പെടുമെന്നുള്ളതിന്റെ ഒരു തെളിവ് ഞാൻ കാണിച്ചെന്ന് അവസാനിപ്പിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 3-ാമത്തെ അധ്യായത്തിൽ 19 മുതലുള്ള വാക്യം. ഞാൻ പറയട്ടെ, അപ്പന്റെ സ്നേഹം വേണ്ട, അമ്മയുടെ സ്നേഹം വേണ്ട, ലോകത്തിൽ ആരുടെയും സ്നേഹം വേണ്ട. യേശുക്രിസ്തുവിന്റെ സ്നേഹം മാത്രം മതി നമ്മുടെ വ്യക്തിത്വം പക്വതയുള്ള വ്യക്തിത്വമായി പക്വതയുള്ള വ്യക്തിത്വമായി തീരുവാൻ യേശുവിന്റെ സ്നേഹം മാത്രം മതി എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഇപ്പോൾ വായിച്ചു. എന്നാൽ ശമൂവേൽ വളർന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ബാക്കി ഭാഗം വായിക്കുന്നത് വിശദീകരിക്കട്ടെ. ശമൂവേൽ വളർന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ കർത്താവ് ഇടവരുത്തില്ല. അവൻ വളർന്നു എന്ന് പറയുമ്പോൾ അവന്റെ ശരീരം മാത്രമല്ല വളർന്നത്. കാരണം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ഈ പ്രായമായപ്പോഴേക്കും ശമൂവേൽ ന്യായാധിപനാണ്. ന്യായാധിപന്മാരുടെ ഏറ്റവും അവസാനത്തെ ന്യായാധിപനാണ്. ഇസ്രായേലിൽ ന്യായാധിപനാണ്. ഇസ്രായേലിലെ പുരോഹിതനാണ്. മാത്രവുമല്ല ഇസ്രായേലിൽ പ്രവാചകനാണ്. 3 പ്രധാനപ്പെട്ട ഓഫീസുകൾ, പഴയ നിയമത്തിലെ ഏറ്റവും ഗൗരവമേറിയ 3 പ്രധാനപ്പെട്ട ഓഫീസുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം. അദ്ദേഹം വളർന്നത് ശരീരം കൊണ്ട് മാത്രമല്ല, തന്റെ മനസ്സിന്റെ മേഖലയെല്ലാം, maturity level, എല്ലാ വിസ്ഡം, എല്ലാ മേഖലയിലും സ്ട്രോങ് പേഴ്സൺ, സ്ട്രോങ് മൈൻഡ്. പക്ഷെ ഇദ്ദേഹത്തിന് വളരുവാനുള്ള സാഹചര്യം, ഞാൻ ഈ പറഞ്ഞതനുസരിച്ച് വളരുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇല്ല. നമുക്ക് കാണാം 1-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്ന ഇയാളുടെ അപ്പൻ പല ഭാര്യമാരുണ്ടായിരുന്നു, ബഹുഭാര്യത്തിലായിരുന്നു. 1-ലധികം ഭാര്യമാർ, 2 ഭാര്യമാരെ കുറിച്ച് ഇവിടെ പറയുന്നുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവാം ചിലപ്പോൾ. അപ്പോൾ വളരെ വ്യക്തമാണ്. ദയവായിട്ട് അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമോ? ദയവായിട്ട് 6-ാമത്തെ വാക്യം വായിച്ചു. And because the Lord had closed her womb, her rival kept provoking her in order to irritate her. കണ്ടോ? അപ്പൊ അവൾ ഹന്നയെ പ്രതിയോഗി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു, പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നു, വ്യസനിപ്പിച്ചുകൊണ്ടിരുന്നു. 1-ലധികം ഭാര്യമാരുള്ള ഒരു ഭവനമാണ്. ആ ഭവനത്തിൽ മക്കളില്ലാതിരുന്ന ഹന്നയാണ് വളരെ നാളുകളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവൾക്ക് മകനുണ്ടാകുന്നത്. ഈ മകൻ ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു മുലകുടി മാറിയ സന്ദർഭത്തിൽ. ദയവായിട്ട് 1-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം വായിച്ചു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അപ്പോൾ മുലകുടി മാറിയപ്പോൾ, അപ്പൊ മുലകുടി മാറുന്നത് അന്നത്തെ കാലം കുട്ടിക്ക് ഒരു 6 വയസ്സാകുമ്പോൾ കൂടി, 6 വയസ്സിന് മുലകുടി മാറി. മുലകുടി മാറിയപ്പോൾ തന്നെ ഈ കുഞ്ഞിനെ എവിടെ കൊണ്ടുവന്നാക്കുകയാണ്? ആലയത്തിൽ കൊണ്ടുവന്നാക്കുന്നു. അന്ന് ഫോണിൽ കാറെ കയറി നമുക്ക് വരാനൊക്കത്തില്ല. ഇവരങ്ങ് എഫ്രീം മലനാട്ടിലും ഈ ആലയം സീലോഹിലുമാണ്. സീലോഹിലുള്ള എഫ്രീം ആലയത്തിൽ കൊണ്ടുവന്ന് ഏലിയുടെ കസ്റ്റഡിയിൽ കുഞ്ഞിനെ ആക്കിയതിനു ശേഷമായിട്ട് അമ്മയപ്പനും പോയിട്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അമ്മയപ്പനും വരുന്നത്. പെരുന്നാളിന്റെ സമയത്ത് വരും. ആ സമയത്ത് ഒരു അംഗീയമായിട്ടാണ് വരുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. വർഷത്തിൽ ഒരിക്കൽ 19-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. എവിടെ വായിക്കുമോ? 19-ാമത്തെ വാക്യം. അവന്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തന്റെ ഭർത്താവിന്റെ കൂടെ വർഷാന്തരയാഗം കഴിപ്പാൻ വരുമ്പോൾ അവൻ അങ്ങ് കൊണ്ടുവന്ന് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. വർഷത്തിലൊരിക്കൽ അങ്കിയുമായിട്ട് വരും. വർഷത്തിലൊരിക്കൽ മാത്രമേ ഇവർ തമ്മിൽ കാണുന്നുള്ളൂ. എല്ലാ ദിവസവും അവർക്ക് ഫോൺ ചെയ്യാൻ കഴിയത്തില്ല. എല്ലാ ദിവസവും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിലൊരിക്കൽ വന്നൊന്ന് കാണുവാൻ കഴിയത്തില്ല. അത്രമാത്രം ദൂരമുണ്ട്.
ഇത് വളരുവാനുള്ള സാഹചര്യമാണോ? നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് വളരുവാനുള്ള സാഹചര്യമാണോ? ഇവന്റെ മൈൻഡ് എങ്ങനെ സ്ട്രോങ് ആകും? ഇവനെങ്ങനെ പ്രവാചകനാകും? ഇവനെങ്ങനെ പുരോഹിതനാകും? ഇവൻ വേദനകളിൽ, ഇമോഷണൽ ഇൽനെസ്സിൽ, ഇതെല്ലാം അകത്തൊതുക്കി ഇമോഷണൽ ഇൽനെസ്സിൽ ജീവിക്കേണ്ട വ്യക്തിയല്ലേ? ഇനി വേറെ ഒരു കാര്യം കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവന് കൂട്ടുകാരുണ്ടായിരുന്നു, കൂട്ടുപിടിക്കാൻ കൊള്ളത്തില്ല. ഏലിയുടെ പിള്ളേരാ കൂട്ടുകൂടുവാനുള്ളത്, അവരെ കൂട്ടുപിടിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് ഇവൻ അവരുമായിട്ട് കൂട്ടുകിട്ടുമില്ല. ഏലിയുടെ അടുക്കൽ പോകുവാൻ കഴിയുമോ? ഏലിക്ക് ദർശനമില്ല, കണ്ണിന് കാഴ്ചയില്ല. ഏലിയെ കുറിച്ച് പറയുന്നത് ഏലി ദർശനമില്ലാത്തവനായി തീർന്നു എന്നാണ്. ഏലിയുടെ കാലയളവ് മാത്രമല്ല, ഏലി തന്നെ ദർശനത്തിൽ മങ്ങിപ്പോയി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ സാഹചര്യം മുഴുവൻ എതിരായിരുന്നതിന്റെ നടുവിൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹം വളർന്നത്? അതിന്റെ തെളിവ് നിങ്ങൾക്ക് 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു. 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിൽ നിന്നും യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും ശീലോവിൽ വെച്ചു പ്രത്യക്ഷനായി. യഹോവ വീണ്ടും ആർക്ക് പ്രത്യക്ഷനായി? ഇതൊരു തുടർച്ചയായ ഒരു കാര്യമായിരുന്നു. വിവിധ ദിവസങ്ങളിൽ, ആദ്യത്തെ ദിവസം നമുക്ക് കാണാൻ കഴിയുന്നു 3-ാമത്തെ അധ്യായത്തിൽ ആദ്യമായിട്ട് യഹോവ തന്റെ വചനത്താൽ വെളിപ്പെടുകയാണ്. വചനത്താൽ വെളിപ്പെടുക എന്ന് പറയുമ്പോൾ ഇത് തിയോഫനിയാണ്. തിയോഫനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. പഴയ നിയമത്തിൽ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുന്നുണ്ട് പലയിടങ്ങളിൽ. അബ്രഹാമിനുണ്ടാകുന്ന പല പ്രത്യക്ഷതകളിലും നമുക്ക് വചനം പ്രത്യക്ഷമായി എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഭാഗം ഇത് വചനമാണ്, വചനമാകുന്നവൻ യേശുവാണ്. പഴയ നിയമത്തിലെ തിയോഫനി, പഴയ നിയമത്തിലെ ദൈവപ്രത്യക്ഷതയാണ്. ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തില് ശമൂവേലിനെ വിളിക്കുകയാണ്. ശമൂവേലേ ഓടിച്ച് ഏലിയുടെ ചെന്ന് ചോദിക്കുകയാണ്. അവൻ അറിഞ്ഞിട്ടില്ല, അവൻ ഇതുവരെ ദൈവശബ്ദം കേട്ടിട്ടില്ല. അത് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? ഏലിയാണ്. ഏലിയുടെ ചെന്ന് ചോദിച്ചു, എന്നെ വിളിച്ചു. ഏലി പറഞ്ഞു, നിന്നെ വിളിച്ചിട്ട് നീ പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു. നോക്ക, ദൈവ വിളിക്ക് കാലതാമസം വരുന്നത് കണ്ടോ? ഇവർ ആദ്യത്തെ സമയത്ത് തന്നെ ദൈവവിളി തിരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടവനാണ് ഈ പഴയ തലമുറയുടെ ആത്മീയ നേതാവാകുന്ന ഏലി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വലിയൊരു ഗ്യാപ്പ് സംഭവിക്കുകയാണ്. ഒരു മുൻ തലമുറയ്ക്ക് പറഞ്ഞു തരുവാൻ കഴിയുന്ന നിലയിൽ ദർശനമില്ല. എത്ര യൗവനക്കാരുടെ ദൈവവിളി തടസ്സപ്പെട്ടു പോവുകയാണ്, കാലതാമസം വരികയാണ്. ശമൂവേൽ പിന്നെ രണ്ടാമത് പോയി കിടന്നപ്പോൾ രണ്ടാമത് വീണ്ടും കർത്താവ് വിളിച്ചു, ശമൂവേലേ. ഇവൻ ഓടി ഏലിയുടെ അടുക്ക ചെന്നു. അയാൾ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടേ ഇല്ല മോനെ, പോയി കിടന്നുറങ്ങിക്കൂ. മൂന്നാമത് വീണ്ടും അവനെ കർത്താവ് വിളിക്കുകയാണ്, ശമൂവേലേ. ഇവൻ ഓടി വീണ്ടും ഏലിയുടെ അടുക്ക ചെന്നു. ആ സമയത്താണ് എനിക്ക് ചിലതൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ട് മനസ്സിലായതാ, ഇത് കർത്താവാണല്ലോ വിളിക്കുന്നത്. അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി നീ വിളിക്കുമ്പോൾ യഹോവയെ അടിനിതാ എന്ന് മറുപടി പറയുക. 4-ാമത്തെ പ്രാവശ്യമാണ്. ഇത് കാലതാമസമല്ല, ചെറിയ കാലതാമസമല്ല, ഒരു ചരിത്രപരമാകുന്ന കാലതാമസമാണ്. 4-ാം പ്രാവശ്യം മാത്രമാണ് ശമൂവേലിന് ദൈവവിളിയോട് പ്രതികരിക്കുവാൻ കഴിഞ്ഞത്. കർത്താവ് 2 പ്രാവശ്യം വിളിച്ചതിന് ശേഷം നിർത്തിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ശമൂവേൽ ഒരിക്കലും ദൈവവിളി കേൾക്കുവാൻ കഴിയില്ല. ആ അവസരം നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അവനൊരിക്കലും പ്രവാചകന്റെ നിലയിലേക്ക് അവന്റെ മനസ്സ് ശക്തമാക്കുകയും അവനൊരു വളർച്ച ലഭിക്കുകയും ചെയ്യുമായിരുന്നില്ല. പക്ഷെ കരുണാസമ്പന്നനാകുന്ന ദൈവം ഇവനെ കണ്ടിരുന്നതിനാൽ ആ കർത്താവ് നിന്ന് വിളിച്ചു, ക്ഷമയോടുകൂടെ നിന്ന് വിളിച്ചു. പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലെങ്കിലും കുഴപ്പമില്ല മോനെ, ഞാൻ നിന്നെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് നിന്ന് വിളിച്ചു. 4-ാം പ്രാവശ്യം മറുപടി പറഞ്ഞപ്പോൾ ആ ഇടപെടൽ തുടർന്നു എന്നാണ് 21-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. യഹോവ വീണ്ടും അവൻ പ്രത്യക്ഷനായി. യേശുവിന്റെ പ്രത്യക്ഷതയാണ് പ്രിയമുള്ളവരെ. നിങ്ങൾക്കറിയാമോ, ആമേൻ, ശമൂവേലിന്റെ വളർച്ചയുടെ രഹസ്യം എന്ന് പറയുന്നത് കർത്താവുമായുള്ള ബന്ധം. ഈ ലോകത്തിൽ ഒരു സ്നേഹവും ലഭിക്കാത്ത വ്യക്തിക്ക് പക്വതയുള്ള വ്യക്തിയായി തീരുവാൻ ഒറ്റ കാര്യം മതി, യേശുവാണ്. വേറെ ഒരു സ്നേഹവും വേണ്ട, യേശുവിന്റെ സ്നേഹം മാത്രം മതി. ആ സ്നേഹം കൊണ്ട് സകല ശൂന്യതകളും നികത്തും. ഞാൻ പറഞ്ഞ പ്രസ്താവന വീണ്ടും ആവർത്തിക്കട്ടെ, എല്ലാ ശൂന്യതകളും യേശുവിന് വേണ്ടിയുള്ള ദാഹമാക്കി മാറ്റി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അതോടൊപ്പം എഴുന്നേറ്റ് അല്പസമയം പിതാവിന്റെ സാന്നിധ്യത്തോടെയുള്ളതിനാൽ അവിടുത്തെ കാര്യങ്ങളെ തുടർന്ന ഈ സന്ദർഭത്തിൽ ദൈവസ്നേഹത്താൽ നിങ്ങൾ പൂരിതരായി തീരുവാനിടവരട്ടെ.
വിശുദ്ധാത്മാവുകളെ സ്പർശിക്കട്ടെ. ആരെങ്കിലും ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മൂലം അല്പമെങ്കിലും ശൂന്യത, സ്നേഹത്തിന്റെ ശൂന്യത അനുഭവിക്കുന്നുവെങ്കിൽ രാത്രി യേശു അവിടുത്തെ സ്നേഹം കൊണ്ട് നിങ്ങളുടെ ആ ശൂന്യത നിറയ്ക്കുവാനാണ്.
ആ ശൂന്യത വെച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പരാതി പറയരുത്. എനിക്ക് അങ്ങനെ സ്നേഹം ലഭിച്ചില്ല, ഇങ്ങനെ സ്നേഹം ലഭിച്ചില്ല, പരാതി പറയരുത്. പകരമായിട്ട് ആ ശൂന്യത ഉണ്ടായത് നന്നായി, എനിക്ക് ആ ശൂന്യത യേശുവിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കാമല്ലോ എന്ന് രാത്രി പ്രഖ്യാപിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ സ്നേഹം നിങ്ങളെ മൂടുന്നു. എനിക്ക് വളരെ വളരെ വ്യക്തമായിട്ട് ടാൻജിബിൾ ആയിട്ടുള്ള പ്രസൻസും യേശുവിന്റെ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. ഇമ്മെഷറബിൾ ആയിട്ടുള്ള യേശുവിന്റെ സ്നേഹം ഇപ്പോൾ ഈ മുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ ആ സ്നേഹം മൂടട്ടെ. യേശുവിന്റെ സ്നേഹം നിന്റെ ആത്മാവിനെ, നിന്റെ മനസ്സിനെ, നിന്റെ ശരീരത്തെ മൂടട്ടെ. ആരെങ്കിലും ഇതിന് നടുവിൽ കർത്താവേ ശൂന്യതകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ആ ശൂന്യതകളിലേക്ക് യേശുവിന്റെ സ്നേഹം വന്ന് നിറയട്ടെ. ധാരാളമായി യേശുവിന്റെ സ്നേഹം വന്ന് നിറയട്ടെ. അവരാ സ്നേഹം കൊണ്ട് മത്തുപിടിക്കട്ടെ. സ്പർശിക്കണം കർത്താവേ. അതിനെ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ അവരെ സ്പർശിക്കണം കർത്താവേ. നിങ്ങളുടെ സ്നേഹം കൊണ്ട് അവരെ സ്പർശിക്കണം കർത്താവേ. നിങ്ങളുടെ സ്നേഹം കൊണ്ട് അവരെ സ്പർശിക്കണം കർത്താവേ. जैसे मादा संभालती है वैसे यीशु संभालेगा. जैसे मादा संभालती है वैसे यीशु संभालेगा. कभी भी ना छोड़ेगा, कभी भी ना त्यागेगा, कभी भी ना छोड़ेगा, कभी भी ना त्यागेगा. जैसे मादा संभालती है वैसे यीशु संभालेगा. जैसे मादा संभालती है वैसे यीशु संभालेगा. सीने से लगाएगा, चिंता सब हटाएगा. सीने से लगाएगा, चिंता सब हटाएगा. जैसे मादा संभालती है वैसे यीशु संभालेगा. जैसे मादा संभालती है वैसे यीशु संभालेगा. നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. പിതാവേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യമുള്ള ഈ സമൂഹത്തിൽ ഇതിന് നടുവിൽ ഏതെങ്കിലും നിലയിൽ അവരുടെ ബോധ ഉപബോധ അബോധ മനസ്സുകളിൽ സ്നേഹത്തിന്റെ ശൂന്യത അനുഭവിക്കുന്നവരാകട്ടെ. ഏതെങ്കിലും കാരണങ്ങളാൽ ലഭിക്കേണ്ട ഗുണമേന്മയേറിയ സ്നേഹം ലഭിക്കാതെ പോയിരിക്കും. ഇപ്പോൾ ആ ശൂന്യതകളെല്ലാം നസ്രയനാകുന്ന യേശു ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ. ശൂന്യതകൾ മുഴുവൻ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ. സ്നേഹത്താൽ ഇവർ പൂരിതരാകട്ടെ. എല്ലാ മുറിവുകളെയും ഞാൻ യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പാത്രം തന്നെ ഭാഷയിൽ കരങ്ങൾ അടിച്ച് തന്നെ ഭാഷയിൽ ഭാഷ
നല്ലതുപോലെ ദൈവത്തെ സ്നേഹിക്കണം. Go in the name of Jesus. Thank you, Lord. Thank you, Jesus. We command the healing in the name of Jesus. Hallelujah. Oh, thank you, Lord. Hallelujah. Thank you, Jesus. Thank you, Lord. Hallelujah. Thank you, Jesus. Oh, thank you, Lord. Hallelujah. ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങളുടെ ശരീരങ്ങളെയും സൗഖ്യമാക്കുവാൻ ശക്തിയുള്ള ദൈവമാവുന്നു ഞങ്ങളെ വിശ്വസിക്കുന്നു. Thank you, Jesus. Thank you, Lord. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു യേശുവിന്റെ നാമത്തിൽ. ആമേൻ.